ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, വ്ളോഗ് ഇടണം, എങ്ങനെ ഇട്ടാലും കാണാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രഭാതത്തിൻ്റെ ഭംഗിയിൽ നിന്ന് തന്നെ തുടങ്ങാം. നന്നായിട്ട് ഇല കൊഴിയുന്നൊരു സമയമാണിപ്പോൾ, അതുകൊണ്ട് തന്നെ മുറ്റത്ത് ഒരുപാട് വേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ക്ലീനിങ്ങിൻ്റെ ആൾ ഇടവിട്ട ദിവസങ്ങളിലാണ് വരിക. അപ്പോൾ ഒരു ദിവസം നമ്മൾ ക്ലീൻ ആക്കും, പിറ്റേ ദിവസം അവർ ക്ലീൻ ആക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെടികളിലെ പഴുത്തലകളും ഒക്കെ പൊട്ടിച്ച് താഴെ ഇടും. ആന്തൂറിയും സെയിലിനുള്ള ആന്തൂറിയാണ് കേട്ടോ. അപ്പോൾ ഇവരെ നോക്കലാണ് വലിയ റിസ്ക്. കാരണം അത് നല്ല ഹെൽത്തി ആക്കി തന്നെ നമ്മൾ വളർത്തിയെടുത്തെങ്കിൽ നമ്മൾ കൊടുക്കുന്നവർക്ക് അത് ഹെൽത്തി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും മിനിയേച്ചർ ആന്തൂറിയത്തെക്കാളും ഇഷ്ടം ഹൈബ്രിഡ് ആന്തൂറിയങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഹൈബ്രിഡ് ആന്തൂറിയവും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മുറ്റത്ത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലെത്തി. കിച്ചണിലെ പാത്രം കഴുകലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. പാത്രം കഴുകാൻ പിന്നെ എൻ്റെ അടുത്ത് ഡിഷ് വാഷർ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് വേഗം കഴുകിയെടുക്കാം കേട്ടോ. അത് വലിയൊരു ആശ്വാസമാണ്. നമ്മൾ വീട്ടിൽ വാഷ് മെഷീൻ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് ഡിഷ് വാഷറും. മറ്റത് നമ്മൾ ഡ്രസ്സ് അലക്കിയെടുക്കുന്നു, ഇത് പാത്രം കഴുകിയെടുക്കുന്നു. എന്നാൽ വാഷ് മെഷീൻ ഇല്ലെങ്കിലും നമുക്ക് ഡിഷ് വാഷർ ഉണ്ടാവുന്നതാണ് നല്ലത്. ഇനി എനിക്ക് അകം ക്ലീൻ ആക്കുന്ന ആ ഒരു റോബോട്ട് വാങ്ങണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ ആ ഒരു സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോഴുള്ള സുഖം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ള ജോലികളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മൂപ്പര് അകമൊക്കെ വൃത്തിയാക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഉള്ള പണിയാണ് കുറച്ച് റിസ്ക് ഉള്ള പണി. അപ്പോൾ നമുക്ക് പാക്കിങ് ഒരുപാടൊന്ന് പാക്ക് ചെയ്യാനുണ്ട്. തിങ്കളാഴ്ച ദിവസമാകുമ്പോൾ കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇതുപോലെ മണ്ണൊക്കെ കളഞ്ഞ് നമ്മൾ ചകിരിച്ചോറ് വെച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോരുത്തരുടെ അഡ്രസ്സ് എഴുതി ഓരോരുത്തരുടെ ബോക്സ് സെറ്റാക്കി എടുക്കണം. പാക്കിങ് കഴിഞ്ഞ ആ ഭാഗത്തൊക്കെ ചെടികളുടെ വേസ്റ്റും എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടും ക്ലീൻ ചെയ്തു. പിന്നെ നമ്മൾ ചെടികൾ എടുത്ത ചട്ടിയിലൊക്കെ വേറെ ചെടികൾ ഫില്ലാക്കി അങ്ങനെ സെറ്റാക്കി റെഡിയാക്കി വെച്ചു, നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. സെയിലിനുള്ള ചെടികൾ ഞാൻ വീഡിയോക്ക് ലാസ്റ്റ് കാണിക്കട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ ലാസ്റ്റ് വാട്സപ്പ് നമ്പർ കൊടുക്കാം, അതിൽ ഒന്ന് അയച്ചു തന്നാൽ മതി. നമ്മൾ DTDC കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് ആ പ്ലാന്റ് എത്തിക്കുന്നതാണ്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു തെങ്ങൊക്കെ വെച്ചത് കാണണം, മുമ്പ് കണ്ടതാണല്ലോ എന്ന്. തെങ്ങ് വെച്ച ഭാഗമൊക്കെ ഇപ്പോൾ നന്നായിട്ട് വളർന്നു. നമ്മുടെ ചായ മനസ്സച്ചീര അതുപോലെ അമ്പഴത്തിൻ്റെ മരമൊക്കെ നല്ല ഹൈറ്റ് വെച്ചു, തെങ്ങൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ എലന്തപ്പഴമൊക്കെ കായ വന്നു തുടങ്ങി, മുരിങ്ങ കായ വന്നു, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടോ. പിന്നെ നമ്മുടെ ചുവന്ന ചക്ക ഉണ്ടാവുന്ന പ്ലാവിൽ ചക്ക ഉണ്ടായിട്ടുണ്ട് ചെറിയതായിട്ട്. പിന്നെ നിത്യവഴുതന ഇവിടെയൊക്കെ പടർന്ന് നല്ല കായുണ്ട്. അതുപോലെ തന്നെ കോവക്ക നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. കുഞ്ഞൊരു തൊടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാനിവിടെ ദിവസവും വൃത്തിയാക്കും കേട്ടോ. പിന്നെ ചണ്ടിയൊക്കെ കൊണ്ടുവന്ന് തെങ്ങിൻ്റെ തടമൊക്കെ നിറച്ച് കാണുമ്പോൾ തന്നെ നമുക്കൊരു സുഖമാണ്. പിന്നെ ഇപ്പോൾ വേനൽ ആയതുകൊണ്ട് നനക്കാനും തുടങ്ങി. നല്ല വളം ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആവും. അമ്പഴമൊക്കെ വലിയ മരമായി, അതുപോലെ പ്ലാവ് നല്ല ഹൈറ്റ് വെച്ചു, നല്ല ഉഷാറായിട്ടുണ്ട്. വിയറ്റ്നാം മേളി ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരുടെ വീട്ടിലും ഉണ്ട്. താഴെ തന്നെ നമുക്ക് ചക്ക കായ്ച്ചെടുക്കുന്ന അത്. പിന്നെ ഞാനിവിടെ പപ്പായയുടെ തൈ നട്ടിട്ടുണ്ടായിരുന്നു. റെഡ് ലേഡിയാണ് അതിൻ്റെ നട്ട് കായ വരൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പൊന്നാങ്കണ്ണി ചീര, പിന്നെ നമ്മൾ മധുര തുളസി ഉണ്ട്. ഇത് നമുക്ക് നല്ല ടേസ്റ്റാണ് വെള്ളം കലക്കാൻ. അതുപോലെ പുതിന ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം മൊത്തമായിട്ട് ഞാൻ കോവലും അതുപോലെ നിത്യവഴുതനയും നട്ടത് കൊണ്ട് ഇവിടെ മൊത്തത്തിൽ പന്തലാണ് കേട്ടോ. നമുക്ക് വെയിലൊന്നും കൊള്ളൂല. ഉപ്പേരി ഉണ്ടാക്കുന്ന സമയമാവുമ്പോൾ ഇവിടുന്ന് കുറച്ച് പൊട്ടിച്ച് നമുക്ക് കൊണ്ടുപോയി ഉണ്ടാക്കിയാൽ മതി. പിന്നെ കുറേയൊക്കെ പുറത്തേക്ക് ഓരോരുത്തരായിട്ട് കൊണ്ടുപോകുന്നുണ്ട്, എന്നാലും നല്ല കായുണ്ട്.
അപ്പോൾ എനിക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ ഉള്ള ഉപ്പേരിക്ക് വേണ്ടി ഞാൻ കോവക്ക അറുത്തു, അതുപോലെ നിത്യവഴുതന ഒരുപാട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കുറച്ച് ചേർത്ത് നമ്മുടെ ചീരാമുളകും പൊട്ടിച്ചെടുത്തിട്ട് അങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കിയത്. ചെറിയ നിത്യവഴുതന എടുത്തുണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ ഇന്ന് ബീഫ് കിട്ടിയ ദിവസമായിരുന്നു, അപ്പോൾ ബീഫും ഉണ്ടാക്കുന്നുണ്ട്. ബീഫ് വരട്ട് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കോവയ്ക്കയും നിത്യവഴുതനയുടെ ഉപ്പേരിയും, അതാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പോൾ എനിക്ക് കിച്ചണിൻ്റെ നേരെ ഡോർ തുറന്നാൽ അടുക്കള തോട്ടത്തിൽ എത്തുന്നത് കൊണ്ട് തന്നെ ഉള്ളിയുടെ വേസ്റ്റും അങ്ങനെ വെജിറ്റബിളുടെ വേസ്റ്റും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തെങ്ങിന് ചോട്ടിൽ കൊണ്ട് ഇട്ട് സേവാക്കാൻ പറ്റും കേട്ടോ. കൂടുതൽ ഉപ്പേരി അതുപോലെ കൂടുതൽ വിഭവങ്ങളൊന്നും ആവശ്യമില്ല. ഉള്ളത് നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും സന്തോഷമാണ്. അത് ഏകദേശം രാവിലെ തന്നെ സ്കൂളുള്ളപ്പോൾ റെഡിയാവും. സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ വൈകി ഉണ്ടാക്കുക. അതല്ലെങ്കിൽ കൊറിയർ കൂടുതലുള്ള ദിവസം കുട്ടികൾക്ക് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെതൊക്കെ പാത്രത്തിലാക്കി കൊടുത്തു വിടും. പിന്നെയാണ് സാവധാനമാണ് ഞാൻ പിന്നെ ചോറുണ്ടാക്കുന്നത്. അങ്ങനെ ഉച്ചയിലെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് വീണ്ടും പുറത്ത് ചെടിയുടെ അടുത്തൊക്കെ ഒന്ന് വന്ന് നോക്കി. അപ്പോഴേക്കും കൊറിയറിൻ്റെ ആൾ വന്ന് കൊറിയറൊക്കെ കൊണ്ടുപോയിട്ടോ. ഇനിയും ഇതുപോലെ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് സെയിലിന് റെഡിയാണ്. അപ്പോൾ അതിനിടയിൽ തന്നെ നമ്മൾ വൈകുന്നേരത്തിന് ബ്രെഡും ബുൾസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ആ ഒരു ദിവസത്തെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയൊക്കെ എന്നെക്കൊണ്ട് വ്ളോഗിലൂടെ ഉൾപ്പെടുത്താൻ കഴിയുന്നുള്ളൂ കേട്ടോ. കാരണം ജോലിയും അതുപോലെ വീട്ടുകാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഇതുപോലെ ഗ്ലോണിമ ചെടികൾ, കലാത്തിയ, ആന്തൂറിയം ഇങ്ങനെയുള്ള ചെടികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള വീഡിയോസിൽ സെയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് പോയി നോക്കിയാൽ ഒരുപാട് ചെടികളും അതിൻ്റെ റേറ്റും വീഡിയോസും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ചെടികളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം. നമ്മൾ DTDC കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് ആ പ്ലാന്റ് എത്തിക്കുന്നതാണ്. പിന്നെ പോയി വാങ്ങാൻ ആളുകളില്ലാത്തവർക്ക് നമ്മൾ പോസ്റ്റ് വഴി സ്പീഡ് പോസ്റ്റ് ആക്കിയിട്ട് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഒക്കെ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.